ഹായ് മച്ചാമാരെ, നമ്മളൊന്ന് കൊണ്ടുവന്നത് KW5 Ultra 2 എന്നുള്ള സ്മാർട്ട് വാച്ച് ആണ്. തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അതായത് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ 3 സ്ട്രാപ്പ് വരുന്ന സ്മാർട്ട് വാച്ച് ആണ് ഈ KW5 Ultra 2 എന്നുള്ളത്. ഇതായിട്ട് നമുക്ക് അൺബോക്സ് ചെയ്ത് തന്നുള്ളത് കുവൈത്ത് സിറ്റിയിലെ ത്രിബിൾ മൊബൈൽസ് ആണ്. ഷോപ്പിന്റെ ലൊക്കേഷനും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ വാച്ചിന്റെ അതിമനോഹരമായ ഒരു ഫോട്ടോ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫെരിഫിറ്റ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ സ്മാർട്ട് ഫോണുമായി കണക്ട് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ സെപ്പറേറ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുക, അവിടെ നമുക്ക് നോക്കാവുന്നതാണ്. അത്യാവശ്യം വലിയൊരു ബോക്സ് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നേരെ നമുക്ക് ഇതിന്റെ പിറകുവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കളറിൽ ഈ ഒരു ഐറ്റം നമുക്ക് അവൈലബിൾ ആണ്. ബ്ലാക്ക്, ഓറഞ്ച്, അതുപോലെ തന്നെ സിൽവർ നമുക്ക് അവൈലബിൾ ആണ്. ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ വാച്ചിന്റെ ഫംഗ്ഷൻസ് കാര്യങ്ങൾ, ഫുൾ സ്ക്രീൻ, സെൻസിറ്റീവ് ടച്ച്, കോളിംഗ്, സ്ലീപ്പ് മോണിറ്ററിംഗ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി ഡീറ്റെയിൽ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡും കമ്പനി താഴെ കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈന എന്നും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു ബോക്സിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്തായാലും ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ വാച്ച് എങ്ങനെ വരുന്നു, അതുപോലെ തന്നെ സ്ട്രാപ്പ് കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു പാക്കിങ്ങൾ കാണാം. നമ്മളെ വാച്ചിന്റെ ഡയലിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. 3 സ്ട്രാപ്പ് നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്ക് സിലിക്കോൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രാപ്പ്, പിന്നെ അതുപോലെ സീരീസ് അൾട്രയിൽ വരുന്ന ആ രീതിയിലുള്ള ഒരു സ്ട്രാപ്പ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു എന്താ പറയാ, വേറെ രീതിയിൽ, അതായത് 3 തരത്തിൽ, ഏത് തരത്തിലാണ് നമുക്ക് സ്ട്രാപ്പ് വേണ്ടത് വെച്ചാൽ അതേ രീതിയിലുള്ള 3 സ്ട്രാപ്പ് ആണ് കമ്പനി ഇത് കൊടുത്തത്. അത്യാവശ്യം ഒരു ബിൽഡ് ക്വാളിറ്റിയിലുള്ള ഒരു 3 സ്ട്രാപ്പുകൾ നമുക്ക് ഇതിന്റെ കൂടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ചാർജർ, നമുക്ക് വയർലെസ് ചാർജർ ആണ്. അത്യാവശ്യം ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 1 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാച്ചിന്റെ ഡയൽ അവിടെ വരുന്നുണ്ട്. ജസ്റ്റ് അതിന് മേലെ ഒരു കോട്ടിംഗ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് നമുക്കൊന്നുകൂടെ ഒഴിവാക്കാം. സീരീസ് 8ലാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ഡയൽ തന്നെ നമുക്ക് ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഫുൾ സ്ക്രീൻ ആണ് ഇതിന്റെ ഈ ഒരു ഭാഗം നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് 2 ബട്ടൺസ് വരുന്നത്, ഒരു ക്രൗൺ ബട്ടണും ഒരു പവർ ഓൺ ഓഫ് ചെയ്യുന്നതിന് ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. നമുക്ക് സ്പോർട്സ് മോഡൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരിക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിന്റെ അത്യാവശ്യം വലിയൊരു സ്പീക്കർ ഏരിയ ഹോൾ ആയിട്ട് നമുക്ക് അവിടെയും കൊടുത്തിട്ടുണ്ട്. നേരെ പുറകുവശത്താണ് ഇതിന്റെ സെൻസേഴ്സ് കാര്യങ്ങൾ, ചാർജ് ചെയ്യാനുള്ള പോയിന്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരിക. അത്യാവശ്യം നല്ലൊരു മാഗ്നറ്റിക് പവർ ഒക്കെ നമുക്ക് ഈ ഒരു വാച്ചിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് പവർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഒരു വാച്ചിനെ നോക്കുകയാണെങ്കിൽ. പിന്നെ അതിന്റെ ഡിസൈൻ ഒക്കെ നോക്കുകയാണെങ്കിൽ പുറകുവശത്ത് അതിന്റെ സ്ക്രൂ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രസ് ചെയ്തുകൊണ്ടാണ്, ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ ഈ ഒരു സ്ട്രാപ്പ് ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺസ് ഒക്കെ പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് അത് ഊരാൻ വേണ്ടി സാധിക്കുള്ളൂ. കാരണം ഐഫോൺ ഒറിജിനൽ എങ്ങനെയാണ് വരുന്നത് അതേ രീതിയിൽ തന്നെയാണ് കമ്പനി കൊണ്ടുവന്നിട്ട്. അത്യാവശ്യം ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു വാച്ചിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ ബട്ടൺ ഈ കാണുന്ന ഒരു ബട്ടണാണ്. അതിന്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ മൈക്ക് വരുന്നത്. കോളിംഗ് ഒക്കെ ഈ ഒരു വാച്ചിൽ നമുക്ക് സപ്പോർട്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ പവർ ഓൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഡയൽ മോഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്രൗൺ ബട്ടൺ ഇതുപോലെ തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ രീതിയിലുള്ള മോഡുകൾ, അതായത് ഡയൽ മോഡുകൾ നമുക്ക് ലഭിക്കും. കൂടുതലായിട്ട് അതായത് നമ്മുടെ ഓൺ ഫോട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡയൽ മോഡൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വാച്ച് നമ്മുടെ ഫോണുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല എന്ന് മുകളിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. നമ്മളെ ഒരു iPhone 14 വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതേ രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് മുകളിൽ വേണ്ടി കാണുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ താഴത്തും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ, അതായത് നമ്മൾ ഫോണുമായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് താഴത്തും സ്ക്രോൾ ചെയ്യുമ്പോൾ വരിക. ഇടത് ഭാഗത്ത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പോർട്സ് മോഡ് വരുന്നുണ്ട്, ക്ലോക്ക്, മെസ്സേജ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് ഇടത് ഭാഗത്ത് നിന്ന് വരുന്ന മ്യൂസിക് ആഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഹാർട്ട് റേറ്റ്, ആക്ടിവിറ്റീസ് കാര്യങ്ങൾ, വെതർ, ആ വക കാര്യങ്ങളൊക്കെയാണ് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നത്. മുകളിൽ നിന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ സെറ്റിംഗ്സുകളും കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ ടൈം കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വാച്ചിൽ എത്ര ശതമാനം ചാർജ് ഉണ്ടെന്നൊക്കെ മുകളിൽ നിന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. മുകളിലെ സെറ്റിംഗ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ബ്ലൂടൂത്തിന്റെ ഓപ്ഷനാണ്. നമ്മൾ ഫോണുമായി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്ലൂടൂത്ത് കാണുന്നത്. അടുത്തായി സെറ്റിംഗ്സ് വരും. ഇവിടെ നമുക്ക് ഡയൽ സെറ്റിംഗ്സ് വരുന്ന ഡയൽ മോഡുകൾ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തീം നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഡിസ്പ്ലേ, അതായത് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനും കാര്യങ്ങൾ, സ്ക്രീൻ ടൈമിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ നമുക്ക് സൗണ്ട് കൂട്ടാനും കുറക്കാനും വരുന്നത്, ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ, ടൈം സെറ്റ് ചെയ്യാൻ. ഒരുപാട് ആളുകൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് 24 hours, അതുപോലെ തന്നെ 12 hours ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം. അതിനുള്ള ഫോർമാറ്റാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഈ ഒരു ഫോർമാറ്റ് പോയിട്ട് കൊണ്ട് നമുക്ക് 12 hours ആണോ 24 hours ആണോ ഏതോ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ടൈം ഓട്ടോമാറ്റിക് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡയൽ സെറ്റിംഗ്സുകൾ വരുന്നുണ്ട്. നമുക്ക് ടൈം, ഡേറ്റ് സെറ്റിംഗ്സ് വരുന്നുണ്ട്. അതുപോലെ QR കോഡ്, അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ആ ഒരു സെറ്റിംഗ്സിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ AI വോയിസ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്.
ഈ AI വോയിസിൽ നമുക്ക് വരുന്ന വെച്ചാൽ നമ്മൾ ഫോണുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് വോയിസിലൂടെ നമുക്ക് ഒരു വാച്ചിനെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ആവശ്യമുള്ള ഓപ്ഷനൊക്കെ ഓപ്പൺ ആക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുപോലെ ബ്രൈറ്റ്നസ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്ക് QR കോഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ലൊക്കേഷൻ, ക്ലോക്ക്, ഇവ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു സെറ്റിംഗ്സിൽ നമുക്ക് വരുന്നത്. അതായത് അത്യാവശ്യത്തിന് നമുക്ക് വേണ്ട എല്ലാ സെറ്റിംഗ്സുകളും അടങ്ങിക്കൊണ്ട് തന്നെയാണ് KW5 Ultra 2 എന്നുള്ള ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് വാച്ച് നമുക്ക് വന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഒരു നശിപ്പിക്കുന്ന ആളുകളാണ്, വില കൂടിയ സ്മാർട്ട് വാച്ചിന് കൊടുത്തിട്ട് കാര്യമില്ല, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്ന് വെച്ചാൽ തീർച്ചയായും KW5 Ultra 2 എന്ന സ്മാർട്ട് വാച്ച് കൊടുക്കാവുന്നതാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന സ്മാർട്ട് വാച്ച് ആണ്. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.